Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of need and dangers of working capital. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീഡ് ആൻഡ് ഡേഞ്ചേഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നീഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ റോൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഉത്തരം എഴുതാവുന്നതാണ്. ഇറ്റ് ഈസ് നീഡഡ് ടു ക്യാരി ഓൺ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനാണ് ആവശ്യമായിട്ടുള്ളത്? ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ടു ക്യാരി ഓൺ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസ്, ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാരി ഓൺ ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. രണ്ടാമത്തത് ടു ഇൻവെസ്റ്റ് ഇൻ കറണ്ട് അസറ്റ്സ് ഫോർ ദി സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ഇത് കറണ്ട് അസറ്റിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് ഓപ്പറേഷന് ആണ്. അപ്പോൾ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന ഫണ്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കമ്പനിയുടെ സ്മൂത്ത് ഓപ്പറേഷനിൽ വേണ്ടിയിട്ട് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് ടു എൻഷുർ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ വെൽത്ത് മാക്സിമൈസേഷന് ഇത് ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. തന്നെ എങ്ങനെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാം? ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായ ഫണ്ട് ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ അത് മാർക്കറ്റിലെത്തുന്നു. മാർക്കറ്റിൽ നിന്ന് അത് സെയിലായി പോകുന്നു. അതിന് ഓട്ടോമാറ്റിക്കലി അത് വെൽത്ത് മാക്സിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് പോയിന്റ് ടു മീറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തിനു സഹായിക്കുന്നു? ടു മീറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്. ഫിഫ്ത്ത് പോയിന്റ് ടു ഇൻക്രീസ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഒരു കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. ഡേ ടു ഡേ ഓപ്പറേഷന് ആവശ്യമായ ഫണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. സിക്സ്ത് പോയിന്റ് ടു യൂട്ടിലൈസ് ദ മാക്സിമം അവൈലബിൾ റിസോഴ്സസ്. ഇത് എന്തിനു സഹായിക്കുകയാണ്? ഒരു കമ്പനിയുടെ മാക്സിമം അവൈലബിൾ റിസോഴ്സസ് മാക്സിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലേ? നമ്മളുടെ റോ മെറ്റീരിയലൊക്കെ കൃത്യമായിട്ട് മാക്സിമം യൂട്ടിലൈസേഷൻ സഹായിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നീഡാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. സെവൻത്ത് പോയിന്റ് ടു ഏൺ കൺസിഡറബിൾ പ്രോഫിറ്റ്. ആവശ്യമായ പ്രോഫിറ്റ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുകയാണെങ്കിൽ. വർക്കിംഗ് ക്യാപിറ്റൽ ശരിയായ രീതിയിൽ ഇല്ലാത്തൊരു കമ്പനിയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയോ പിന്നെ അത് ആ കമ്പനിയെ ലോസിലേക്ക് നയിക്കുകയോ ചെയ്യാം. അപ്പോൾ ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല, ലോസിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡഡ് ഫോർ ഈച്ച് ആൻഡ് എവരി ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ഡേഞ്ചേഴ്സ് ഓഫ് ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ആവശ്യമായ രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എങ്കിൽ അതിൻ്റെ അപകടം എന്താണ്? ഡേഞ്ചേഴ്സ് ഓഫ് ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. The following are the dangers of deficiency of working capital. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡേഞ്ചേഴ്സാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഇറ്റ് മേ ലീഡ് ടു ബിസിനസ് ഫെയിലിയർ. ആ ബിസിനസ് ഫെയിലിയറിലേക്ക് നയിക്കും ഇല്ലേ? എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവർക്ക് എന്തില്ല, ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻ ആവശ്യമായുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനെ അല്ലെങ്കിൽ എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ പറ്റില്ല, വേജ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്തിലേക്ക് നയിക്കും? കമ്പനിയെ ലോസിലേക്ക് നയിക്കും. രണ്ടാമത്തത് ദ ഫേം കനോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഓർ അഡാപ്റ്റ് ടു ചേഞ്ചസ്. ഒരു കമ്പനിക്ക് അവരുടെ എൻവിയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഏറ്റെടുക്കാൻ കഴിയില്ല
അല്ലേ? കൃത്യമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഓർഗനൈസേഷനിൽ ഇല്ല എങ്കിൽ ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് അവരുടെ മുന്നിൽ കാണുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് അവരുടെ മുന്നിൽ കാണുന്ന അഡ്വാൻറ്റേജസ് ഒന്നും ഏറ്റെടുത്ത് നടത്താൻ കഴിയില്ല. ഒരു ന്യൂ ടെക്നോളജി കൊണ്ടുവരണം എന്ന് വിചാരിച്ചോ, ഇപ്പോൾ പുതിയ ടെക്നോളജി വന്നു, അങ്ങനെയാണെങ്കിൽ ആ കമ്പനിക്ക് ആ ടെക്നോളജി കൊണ്ടുവരണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? അവർ സക്സസ് ആവില്ല, അവർക്ക് അത് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് അവിടെ പറയുന്നത്. മൂന്നാമത്തത് ട്രേഡ് ഡിസ്കൗണ്ട്സ് വിൽ ബി ലോസ്റ്റ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്താ? ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ആ ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടൂല. കാരണം ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ നമുക്ക് കയ്യിൽ കാശുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറഞ്ഞായിട്ട് വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടില്ല. നാലാമത്തത് ക്യാഷ് ഡിസ്കൗണ്ട്സ് വിൽ ബി ലോസ്റ്റ്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓർ ക്വിക്ക് പേയ്മെൻറ്റിനെ പറയുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന്. ക്യാഷ് ഡിസ്കൗണ്ട്, ക്വിക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ആ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഫിഫ്ത്ത് പോയിൻറ്റ്, ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ ഈസ് ലോസ്റ്റ്. നമുക്ക് ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ നമുക്ക് നഷ്ടപ്പെടുന്നത്? ക്രെഡിറ്റേഴ്സ് മേ നോട്ട് കോപ്പറേറ്റ് ഇൻ ടൈംസ് ഓഫ് ഡിഫിക്കൽറ്റി ബിക്കോസ് ഓഫ് ദി ലോസ് ഓഫ് ക്രെഡിറ്റ് വർത്തിനെസ്. അപ്പോൾ നമ്മളുടെ ക്രെഡിറ്റേഴ്സിനോട് എന്താ പറയുക? ക്രെഡിറ്റേഴ്സിന് അവരുടെ മനസ്സിലെപ്പോഴും എന്താ, കൃത്യമായിട്ട് എനിക്ക് ക്യാഷ് ഇപ്പോൾ 2 മാസമാണ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ക്രെഡിറ്റേഴ്സ് നമുക്ക് തന്നിട്ടുള്ളത്. ആ 2 മാസത്തിനുള്ളിൽ നമ്മൾ ആ കാശ് കൊടുത്തിട്ടില്ല എങ്കിൽ അവരെന്ത് പറയും? അടുത്ത പ്രാവശ്യം നിങ്ങൾ റോ മെറ്റീരിയൽ വാങ്ങിക്കാൻ അങ്ങോട്ട് വരണ്ട കേട്ടോ അന്ന് നമ്മളോട് പറയും. അല്ലെങ്കിൽ എന്ത് ഗുഡ്സ് വാങ്ങിക്കാൻ നമ്മളടുത്ത് വരണ്ടെന്ന് പറയും. കാരണം നമ്മൾ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്താത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് വർത്തിനെസ് ഇല്ല, നമുക്ക് അത്രയ്ക്കും ക്വാളിറ്റി ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യൂല. അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്താതിരുന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യൂല. അപ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് വർത്തിനെസ് ലോസായി പോവും. അവിടെ നമ്മൾക്ക് അവരുടെ ട്രസ്റ്റ് ഉണ്ടാവാതെ പോവും. സിക്സ്ത് പോയിൻറ്റ്, ക്രെഡിറ്റേഴ്സ് മേ അപ്ലൈ ടു കോർട്ട് ഫോർ വൈൻഡിങ് അപ്പ്. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് കൃത്യമായി പൈസ കൊടുക്കാതിരുന്നാൽ, ടൈംലി പേയ്മെൻറ്റ് നടത്താതിരുന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ഈ കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ദെൻ സെവൻത്ത് പോയിൻറ്റ്, റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോൾസ്. നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ്, കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണല്ലോ, ആ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള റിട്ടേൺ നമുക്ക് എന്തായിരിക്കും? കുറഞ്ഞ രീതിയിലേ കിട്ടുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഡേ ടു ഡേ ഓപ്പറേഷനുള്ള കാശില്ല, അതായത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. വർക്കിംഗ് ക്യാപിറ്റൽ സഫീഷ്യൻ്റ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷനൊക്കെ അവതാളത്തിലായി പോകും. കൃത്യമായിട്ട് പ്രൊഡക്ഷൻ നടത്തില്ല, റോ മെറ്റീരിയൽ വാങ്ങിക്കില്ല, പ്രൊഡക്ഷൻ നടത്തില്ല, സെയിൽ നടക്കില്ല. സെയിൽ നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ എന്തായിരിക്കും? കുറഞ്ഞ രീതിയിലേ കിട്ടുള്ളൂ. എയ്റ്റ് പോയിൻറ്റ്, ഇറ്റ് അഫക്ട്സ് ഡിവിഡൻഡ് പോളിസി അഡ്വേഴ്സ്ലി. നമ്മളുടെ ഡിവിഡൻഡ് പോളിസിയെയും അതേപോലെ തന്നെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാണ്ടാവും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെയും. അപ്പോൾ അതേപോലെ അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നതും കുറഞ്ഞ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളുടെ ഡിവിഡൻഡ് പോളിസിനെയും അത് സാരമായി ബാധിക്കും. നയൻത് പോയിൻറ്റ്, ദ കമ്പനി കനോട്ട് യൂട്ടിലൈസ് ഇറ്റ്സ് ഫിക്സഡ് അസറ്റ്സ് പ്രോപ്പർലി. അതേപോലെ തന്നെ കമ്പനിക്ക് അവരുടെ ഫിക്സഡ് അസറ്റ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റാതെ വരും. ഇനി ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ.
നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞിരുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്, ഡെഫിഷ്യൻസി ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡെഫിഷ്യൻസിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്, അതുകൊണ്ടുണ്ടായിരുന്ന അപകടങ്ങളാണ്. എന്നാൽ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന ഡേഞ്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ ഡേഞ്ചേഴ്സാണ് നമുക്ക് എക്സസ് ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായാൽ ഉണ്ടാവുക? ഒന്ന്, എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഐഡിൽ ഫണ്ട്സ് വിച്ച് ഗീവ്സ് നോ പ്രോഫിറ്റ്, ദസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഫോൾസ്. നമുക്ക് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിക്ക് ഐഡിൽ ഫണ്ട്സ് ആണ് ഉണ്ടാവുക. ഐഡിൽ ഫണ്ട് വെറുതെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഫണ്ടുകൾ ഉണ്ടാകും, അത് നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മളുടെ ശരിക്കുള്ള ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ നിന്നുള്ള റിട്ടേൺ ഉണ്ടാക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ അതുപോലെ തന്നെ വെച്ചിരിക്കുമ്പോൾ അത് ഐഡിൽ ഫണ്ടായി മാറുന്നു. ഐഡിൽ ഫണ്ട് കൊണ്ട് നമുക്കൊരു ഉപകാരവും കിട്ടുന്നില്ല. സെക്കൻഡ് പോയിന്റ്, ദ വാല്യൂ ഓഫ് ഷെയർസ് മേ ഫോൾ ഡ്യൂ ടു ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാല്യൂ ഓഫ് ഷെയർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറയുമ്പോൾ നമ്മളുടെ ഷെയറിൻ്റെ വാല്യൂവും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഐഡിയലായിരിക്കുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കുറയും. റേറ്റ് ഓഫ് റിട്ടേൺ കുറയുമ്പോൾ നമ്മളുടെ വാല്യൂ ഓഫ് ഷെയർ കുറയും. ദെൻ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് മേ ഡിറ്റീരിയറേറ്റ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഡിറ്റീരിയറേറ്റ് ചെയ്യും. കാരണം നല്ലൊരു എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും. പ്രോപ്പർ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് എപ്പോഴും വേണ്ടത്. ഇല്ലാത്തത് തന്നെ എന്തുകൊണ്ടാണ്? നല്ലൊരു മാനേജ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഫോർത്ത് വൺ, ഇറ്റ് മേ എൻകറേജ് സ്പെക്കുലേഷനെ എൻകറേജ് ചെയ്യും. കൂടുതൽ കാശിരിക്കുമ്പോൾ നമ്മൾ ഊഹക്കച്ചവടം നടത്താനാണ് നോക്കുള്ളൂ. അല്ലാതെ നല്ലൊരു ഒപ്റ്റിമം ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഊഹക്കച്ചവടം നടത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവില്ല? നല്ലൊരു ബെനിഫിറ്റ് നേടിയെടുക്കാൻ കഴിയില്ല. ഫിഫ്ത്ത് വൺ, ലിബറൽ ഡിവിഡൻഡ് പോളിസി മേ ബി എൻകറേജ്ഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിബറലായിട്ടുള്ള ഡിവിഡൻഡ് പോളിസി നമ്മൾ എൻകറേജ് ചെയ്യുന്നു. നമ്മൾ കയ്യിൽ ഇഷ്ടംപോലെ കാശിരിക്കുന്നു, ലിബറൽ ഡിവിഡൻഡ് പോളിസി നമ്മൾ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുക. Sixth point, inefficiency may be encouraged. There may be increased waste and loss due to bad debts. നമുക്ക് ഇനഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ നമുക്ക് ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുകയും ആ ബാഡ് ഡെപ്റ്റ് കൊണ്ട് വേസ്റ്റും ലോസും ഉണ്ടാവുകയും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ടുള്ള ഡേഞ്ചേഴ്സ്. മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കമ്പനി ആയിക്കഴിഞ്ഞാൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റലാണ് വേണ്ടത്. എപ്പോഴും ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റലാണ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകേണ്ടത്. എക്സസ് ആവാനും പാടില്ല, ഡെഫിഷ്യൻസി ആവാനും പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.